ഹായ് ഗൈസ്, ഇന്ന് അടിപൊളി ഒരു മാലയുടെ റിവ്യൂവും അൺബോക്സിങ്ങുമാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മീഷോയിൽ നിന്ന് അടിപൊളി ഒരു നെക്ലേസ് അല്ലെങ്കിൽ നെക്ക് പീസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ മീഷോയിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്തിട്ടായിരിക്കും ചിലപ്പം ഒരുപാട് റിവ്യൂ ഒക്കെ കണ്ടിട്ടായിരിക്കും മാലകളൊക്കെ വാങ്ങുന്നത്. പല മാലകളും പല വളകളും ഒക്കെ നമുക്ക് വാങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ലുക്ക് ഒന്നും കാണണമെന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന മാലകൾ ഇപ്പം വന്നിട്ടേ ഉള്ളൂ. അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ അൺബോക്സിങ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ ഒരു മാല വാങ്ങിച്ചിട്ടുണ്ട്, ഒരു ചോക്കർ ടൈപ്പ്. അപ്പോൾ അതിൻ്റെ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണേണ്ടവർക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ വേറൊരു മാലയും കൂടി ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് കാണിച്ചു തരാം, പിക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ റിവ്യൂ കൂടി ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 മാല നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ അപ്പോൾ അതിൻ്റെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങാമല്ലോ. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം, അൺബോക്സിങ്ങിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മളെ. എന്നാലും നമുക്ക് വീണ്ടും വീഡിയോ ഇടാൻ തോന്നത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, മറക്കല്ലേ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് പോകാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പാക്കിങ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ബോക്സ് ഒന്നും അല്ലാതെ കവറിൽ തന്നെ പാക്ക് ചെയ്താൽ വന്നിട്ടുള്ളത്. ഇങ്ങനെ വരുമ്പോൾ ചിലപ്പം നമുക്ക് എന്തെങ്കിലും ഡാമേജുകൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ ഷിപ്പിംഗ് ടൈമിൽ ഇതിങ്ങനെ എടുത്തെറിഞ്ഞൊക്കെ ആയിരിക്കാം ചിലപ്പം വരുന്നത്. അപ്പം മാലയൊക്കെ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. നോക്കാം എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്ക്. ബോക്സിലാണെങ്കിൽ പക്ഷേ കുറച്ചുകൂടി സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതാണ്ട് പൊട്ടിച്ചെടുത്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. പാക്കിംഗ് ഒക്കെ ദാണ്ട് ഈ ഒരു കവറിങ് ഉണ്ട്. അത് വലിയ കുഴപ്പമില്ല. ഈ ഒരു കവറിങ് ആകുമ്പോൾ പെട്ടെന്ന് ഡാമേജ് വരാതിരിക്കാനാണല്ലോ ഇങ്ങനെ ഒരു പാക്കിങ് അവർ കൊടുക്കുന്നത്. അപ്പം ദാണ്ട് മാല. അപ്പോൾ ഈ മാല മാത്രമല്ല നമ്മൾ റിവ്യൂ ചെയ്യുന്നത്, വേറെ ഒരു 3 മാലയുടെയും കൂടി റിവ്യൂ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക, വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മാലകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ പറയുന്നത്. അപ്പോൾ ദാണ്ട് ഈ മാല നമ്മൾ പിക്ചറിൽ കണ്ട അതേ രീതിയിൽ തന്നെയാണ് മാല വന്നിട്ടുള്ളത്. കമ്മലിന് പക്ഷേ ഏതാണ്ട് സ്റ്റോൺ ഇളകി പോയിട്ടുണ്ട്. കമ്മലിൻ്റെ സ്റ്റോൺ അവിടെ ഇളകി കിടപ്പുണ്ട്. ഇത് മെറൂൺ കളറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ലൈറ്റിൻ്റെ പ്രശ്നമാണ്, മെറൂൺ അല്ല. കറക്റ്റ് നമ്മൾ പിക്ചറിൽ കാണുന്നിട്ടൊരു പിങ്ക് കളർ തന്നെയാണ്, റൂബി സ്റ്റോണിൻ്റെ കളറാണ് വരുന്നത്. ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് അലൂമിനിയത്തിൻ്റെ മാലയും ഉണ്ട്, അലൂമിനിയത്തിനകത്ത് ഗോൾഡ് പ്ലേറ്റ് വരുന്നത്. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു മാല ബ്രാസ് ആൻഡ് കോപ്പർ ആണ് ഇതിൻ്റെ മെറ്റൽ വന്നിട്ട്. അതിനകത്ത് ഗോൾഡ് പ്ലേറ്റഡ് ആണ്, റൂബി സ്റ്റോൺ ആണ്, റൂബി ടൈപ്പ് സ്റ്റോൺ ആണ്, അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് കമ്മൽ വന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റഡാണ്. അപ്പോൾ ഇത് തന്നെ സെയിം സാധനം ഹാങ്ങിങ് ആയിട്ടുള്ള കമ്മൽ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് ഒഴിവാക്കിയിട്ട് ഇത് തന്നെ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ടൈപ്പും എടുക്കാവുന്നതാണ്. ഈ സെയിം സാധനം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഡോ വല്ലതും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ മാലയുടെ കോഡ് പറഞ്ഞു തരുന്നതായിരിക്കും. കമൻറ്റ് ചെയ്ത് വേണ്ടവർക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ 2 സ്റ്റോണുകളാണ് ഇളകിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കമ്മൽ ഇത് അത്ര വലിയ താല്പര്യമുള്ള ടൈപ്പല്ല. ഞാൻ വിചാരിച്ചു എപ്പോഴായാലും മാലയുടെ കല്ലൊക്കെ ഇളകുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് ഇളക്കി ഒട്ടിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്. എങ്കിലും ഞാൻ ഈ കമ്മലിനകത്ത് സ്റ്റോൺ ഫിക്സ് ചെയ്ത് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ മാല ഇട്ട് കാണിക്കാം എങ്ങനെയുണ്ട് എന്നിപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, ഇടുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പോഴാണെങ്കിൽ പിക്ചറിൽ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ് മാല വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതിന് റേറ്റ് വന്നിട്ട് 170 രൂപയാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വാങ്ങാം, അടിപൊളി ഐറ്റമാണ്. 170 രൂപയ്ക്ക് പോയിട്ട് നമുക്കൊരു 200-300 രൂപയ്ക്ക് പോലും ഇത് നമുക്ക് ഷോപ്പിൽ ചെന്ന് വാങ്ങിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ അത്രയ്ക്ക് നല്ല പ്രോഡക്റ്റാണ്. പക്ഷേ കമ്മലിന് കുറച്ച് ഡാമേജ് ഉണ്ട്. അത് ഇങ്ങനെയുള്ള പാക്കിങ് ആയതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ എല്ലാ സമയത്തും ഇങ്ങനെ ഡാമേജ് വരണമെന്നില്ല കമ്മലിൻ്റെ ആണിക്ക് ബാക്കിൽ അത് ഇച്ചിരി ചരിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇട്ട് കാണിക്കിയത് നിങ്ങൾക്കപ്പം കുറച്ചും കൂടി വ്യക്തമാകുമല്ലോ. അപ്പോൾ നമ്മുടെ മാല ഞാനൊന്ന് ഇട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന ഇനിയും 3 മാലയുടെയും കൂടി റിവ്യൂ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക മറക്കാതെ. അപ്പോൾ ബാക്കിൽ കണ്ടോ, ഞാൻ സ്റ്റോൺ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കമ്മൽ നല്ല കമ്മലാണ്. എനിക്ക് ഈ ഒരു ടൈപ്പ് ഇഷ്ടമല്ലെന്നേ ഉള്ളൂ. ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അടിപൊളിയാണ്. അതാണ്ട് ഈ ഒരു മാല നമുക്ക് ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയും അല്ലാതുള്ള ഇങ്ങനെയുള്ള ചുരിദാറുകളുടെ കൂടെയും ഒക്കെ നമുക്കിത് പെയർ ചെയ്യാവുന്നതാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടൈപ്പ് മാല എടുത്തത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെ അല്ലാതെയും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം മാല എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, എനിക്ക് ചേരുന്നുണ്ടോ എന്നുള്ളതെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.
ഈ ഒരു പ്രൊഡക്റ്റിൻ്റെയോ ഇനി നമ്മൾ കാണിക്കുന്ന പ്രൊഡക്റ്റിൻ്റെയോ ഉണ്ടല്ലോ, അതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ലോങ് മാലയുടെ കൂടെയൊക്കെ ഇടാം, ചെറിയ കഴുത്തി പറ്റിയിരിക്കുന്ന രീതിയിലും ഇടാം. ഈ മാല നമുക്ക് കുറച്ചും കൂടി അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി താഴ്ത്തി ഇടേണ്ടവർക്ക് ആ രീതിയിൽ ഇവിടെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ പെയർ ചെയ്യാം. മെയിനായിട്ടും പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ മാല കോപ്പറും ബ്രാസും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ തന്നെ അലൂമിനിയം മെറ്റീരിയൽ അലൂമിനിയം വരുന്നതുകൊണ്ട്, അപ്പം ഞാൻ ബ്രാസും കോപ്പറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പം റൂബി സ്റ്റോണും അഡ്ജസ്റ്റബിളും ഒക്കെയാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു മാല വന്നിട്ട് കണ്ട് ഈ ഒരു മാലയാണ്. ഈ ഒരു മാല നമ്മുടെ ആൻറ്റിക് ടൈപ്പ് മാലയാണ്. കറക്റ്റ് ഗോൾഡ് നിറമല്ല, വേറൊരു ഷെയ്ഡാണ്. പക്ഷെ സൂപ്പറാണ് കേട്ടോ. ഗോൾഡിൻ്റെ നമ്മൾ വാങ്ങുമല്ലോ, ആൻറ്റിക് ടൈപ്പൊക്കെ വാങ്ങുമല്ലോ, ആ ഒരു ടൈപ്പ് തന്നെയാണ്. അടിപൊളിയാണ്. 200 സംതിങ് രൂപയാണ് ഉള്ളത്. ഇതിൻ്റെ വില വന്നിട്ട്, ഈ വിലയ്ക്ക് ഇത് അടിപൊളിയായിട്ടാണ്. നമുക്ക് ഇത് ഇങ്ങനെ ഒരു റേറ്റിൽ നമുക്ക് കടകളിലൊന്നും കിട്ടത്തില്ല, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടാണ് നിങ്ങൾക്ക് ഇത് വാങ്ങാം. നല്ല ചുരിദാറിൻ്റെ കൂടെയും നമുക്ക് പോകും, സാരിയുടെ കൂടെയും പോകും. അടിപൊളിയായിട്ടാണ്. അപ്പോൾ ഇത് വാങ്ങേണ്ടവർക്ക് ഒന്നും നോക്കാതെ തന്നെ വാങ്ങാം. അപ്പോൾ അടുത്തൊരു ഐറ്റം ഈ ഒരു മാലയാണ്. ഈ ഒരു മാലയുടെ കളർ താണ്ടി ഈ കാണുന്ന കൂട്ട് തന്നെ ഭയങ്കര ഒരു എടുപ്പ് കളർ തന്നെയാണ് ഇതിനുള്ളത്. അത്യാവശ്യത്തിൽ ലോങ് ചെയിൻ ആണ്. ഈ പിക്ചറിൽ കാണുന്ന അതേ കളർ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഈ മാലകളിൽ, ഞാൻ കാണിക്കുന്ന മാലകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏത് മാലയാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ഏറ്റവും അടിപൊളി ഏതാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ മാലയുടെ ലുക്ക് ഇതാണ്. കുറച്ച് ലോങ് ആയിട്ടുള്ള ചെയിനൊക്കെയാണ്. എടുപ്പ് നല്ല കളർ എടുപ്പുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല മാല തന്നെയാണ്. നമുക്ക് റേറ്റ് വെച്ച് നല്ലതാണ്. പിന്നെ ആണെങ്കിൽ വന്നിട്ട് ഞാൻ കാണിക്കുന്ന ഒരു മാലയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഈ ഒരു മാലയാണ്. ഈ മാലയെന്ന് വെച്ചാൽ ചോക്കർ ടൈപ്പാണ്. നല്ല സൂപ്പർ മാലയാണ് കേട്ടോ. അപ്പം ഇത് നമ്മളിങ്ങനെയുള്ള മാലകളൊക്കെ വാങ്ങുമ്പോൾ കൂടുതൽ താഴെ പടപടാന്ന് പറഞ്ഞിട്ട് ഇട്ടാൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് സൂക്ഷിക്കണം, അതൊന്ന് കെയർ ചെയ്യണം. നല്ല മാലയാണ് കേട്ടോ. ഈ ഒരു മാല നമുക്ക് 200 രൂപയ്ക്കായിരുന്നു ഞാനന്ന് വാങ്ങിച്ചത്. ഈ മാലയുടെ റിവ്യൂ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയുടെ ലാസ്റ്റ് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് മാല ഏതിൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.